നമസ്കാരം. നിങ്ങളെ തെറ്റില്ലാതെ അനായാസം ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഇംഗ്ലീഷ് മെയ്ഡ് ഈസി പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സഹായക്രിയകളാണ് ഡു, ഡസ്, ഡിഡ്, വിൽ. ഈ സഹായക്രിയകളോടൊപ്പം ക്രിയ വേർബ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നും ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാമെന്നും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചു. ഈ എപ്പിസോഡിൽ ഡു, ഡസ്, ഡിഡ്, വിൽ സഹായക്രിയകൾ ക്രിയയ്ക്ക് പകരം നൗണിനോട് ഒപ്പം ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം, ഈ വിഷയമാണ് നമ്മൾ വളരെ ലളിതമായ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സൂത്രവാക്യം ഉപയോഗിച്ച് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ? നിനക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? നിനക്ക് നാളെ ക്ലാസ് ഉണ്ടാകുമോ? ഈ 3 ചോദ്യങ്ങളിൽ ക്രിയയില്ല. ഈ 3 ചോദ്യങ്ങളിലും നൗണുണ്ട്, ക്ലാസ്. ഈ മലയാള ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും? ഇവിടെ നാം ഉപയോഗിക്കുന്ന സഹായക്രിയകളാണ് ഡു, ഡസ്, ഡിഡ്, വിൽ. ഡു ഉപയോഗിക്കുന്നത് യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ്. ഡസ് ഉപയോഗിക്കുന്നത് യുവും ഐയും ഒഴികെയുള്ള ഏകവചനം, സിംഗുലർ സബ്ജക്റ്റ്. വില്ലിനോടൊപ്പവും ഡിഡിനോടൊപ്പവും എനി സബ്ജക്റ്റ് ഉപയോഗിക്കാം. ഇന്ന് നിനക്ക് ക്ലാസ് ഉണ്ടോ? ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ? ഉണ്ടോ, ഡു, ഡസ്. ഉണ്ടായിരുന്നോ, ഡിഡ്. ഉണ്ടാകുമോ, വിൽ. ഇന്ന് നിനക്ക് ക്ലാസ് ഉണ്ടോ? ഡു യു ഹാവ് ക്ലാസ് ടുഡേ? ഇന്നലെ നിനക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് ക്ലാസ് യെസ്റ്റർഡേ? നാളെ നിനക്ക് ക്ലാസ് ഉണ്ടാകുമോ? വിൽ യു ഹാവ് ക്ലാസ് ടുമോറോ? ഡസും യുവും പോകില്ല. ഡസ് യു ഹാവ് ക്ലാസ് തെറ്റാണ്. അതിന് സിംഗുലർ സബ്ജക്റ്റ് വരണം. ഡസ് സിന്ധു ഹാവ് ക്ലാസ് ടുഡേ? Does your brother have class today? ഇതിൻ്റെ യെസ് ആൻസർ, നോ ആൻസർ. ഡു യു ഹാവ് ക്ലാസ് ടുഡേ? യെസ്, ഐ ഹാവ് ക്ലാസ് ടുഡേ. ഡസ് സിന്ധു ഹാവ് ക്ലാസ് ടുഡേ? യെസ്, Sindhu has class today. Did you have class yesterday? Yes, I had class yesterday. Will you have class tomorrow? Yes, I will have class tomorrow. No answer.
Do you have class today? No, I do not have class today. Does Sindhu have class today? No, Sindhu does not have class today. Did you have class yesterday? No, I did not have class yesterday. Will you have class tomorrow? No, I will not have class tomorrow. വളരെ ലളിതമായ ഈ ചോദ്യരൂപീകരണത്തിന് ഉത്തര രൂപീകരണത്തിന് ഉപയോഗിക്കുന്ന സൂത്രവാക്യം ശ്രദ്ധിക്കുക. ചോദ്യം ഉണ്ടാക്കാനായിട്ട് ഡു ആദ്യം ഡു, ഡസ്, ഡിഡ്, വിൽ പ്ലസ് സബ്ജക്റ്റ്. ഡുവിനോടൊപ്പം പ്ലൂരൽ, ഡസിനോടൊപ്പം യുവും ഐയും ഒഴികെയുള്ള സിംഗുലർ സബ്ജക്റ്റ്, ഡിഡ് എനി സബ്ജക്റ്റ്, വിൽ എനി സബ്ജക്റ്റ്. അതിനുശേഷം ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടൈം ക്വസ്റ്റ്യൻ മാർക്ക്. ഡു യു ഹാവ് ക്ലാസ് ടുഡേ? ഡസ് Sindhu have class today? Did you have class yesterday? Will you have class tomorrow? ഇപ്പോൾ സിന്ധു സിംഗുലർ ആണ്, പക്ഷേ സിന്ധുവിന് ശേഷം ഹാവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാസ് എപ്പോഴും ഐയും യുവും ഒഴികെയുള്ള സിംഗുലർ സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കണം എന്ന നിയമമുണ്ട്. ഡസ് സിന്ധു ഹാവ്? എന്തുകൊണ്ട് ഈ ചോദ്യത്തിൽ സിന്ധുവിന് ശേഷം ഹാസിന് പകരം ഹാവ് ഉപയോഗിച്ചു? കാരണം ആ വാചകത്തിൽ ഡസ് വന്നതോടുകൂടി ആ ചോദ്യം മുഴുവനും സിംഗുലറായി. ഡസ് സിന്ധു ഹാവ് ക്ലാസ് ടുഡേ? ഇപ്പോൾ ചോദ്യങ്ങളിലെല്ലാം ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡു യു ഹാവ്? ഡിഡ് യു ഹാവ്? ഡസ് സിന്ധു ഹാവ്? ഡസ് യുവർ മദർ ഹാവ്? വിൽ യു ഹാവ്? യെസ് ആൻസർ ഫോർമുല. യെസ് കോമ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ വിൽ ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടൈം. യെസ്, ഐ ഹാവ് ക്ലാസ് ടുഡേ. യെസ്, സിന്ധു ഹാസ് ക്ലാസ് ടുഡേ. യെസ്, ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. യെസ്, ഐ വിൽ ഹാവ് ക്ലാസ് tomorrow. No answer formula. No comma plus subject plus do not have അല്ലെങ്കിൽ does not have അല്ലെങ്കിൽ did not have അല്ലെങ്കിൽ will not have plus object plus time. I do not have class today. Sindhu does not have class today. I did not have class yesterday. I will not have class tomorrow. ചോദ്യങ്ങൾ രൂപീകരിക്കുവാനായിട്ടും ഉത്തരങ്ങൾ നൽകുവാനായിട്ടും നമ്മൾ ഏത് തരത്തിലുള്ള നൗൺസ് ആണ് ഉപയോഗിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പൊസഷൻസ് ആണ്, സാധന സാമഗ്രികൾ. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രോഗങ്ങൾ, ഡിസീസ്. മൂന്നാമതായിട്ട്
പരിപാടികൾ, ഉദാഹരണമായിട്ട് ക്ലാസ് ഒരു പരിപാടിയാണ്, തലവേദന രോഗമാണ്, കാർ ഒരു വീട്ടിൽ ഉള്ള ഒരു ഉപയോഗ സാധനമാണ്. ഈ തരത്തിലുള്ള നൗൺസ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. നിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ തലവേദനയുണ്ടോ? തലവേദന. ഡസ് യുവർ മദർ ഹാവ് ഹെഡേക്ക് നൗ? യെസ്, മൈ മദർ ഹാസ് ഹെഡേക്ക് നൗ. നോ, മൈ മദർ ഡസ് നോട്ട് ഹാവ് ഹെഡേക്ക് നൗ. Did your mother have headache last night? Yes, my mother had headache last night. Will your mother have headache this evening? Yes, my mother will have headache this evening. No, my mother will not have headache this evening. ഇനി ഒരു വീട്ടുപകരണം ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കാനായിട്ടും ഉത്തരം നൽകുവാനായിട്ടും നമുക്ക് നോക്കാം. നിൻ്റെ മാതാപിതാക്കൾക്ക് ഒരു കാറുണ്ടോ? ഡു യുവർ പേരൻസ് ഹാവ് എ കാർ നൗ? യെസ്, my parents have a car now. No, my parents do not have a car now. Did your parents have a car last year? Yes, my parents had a car last year. No, my parents did not have a car last year. Will your parents have a car next month? Yes, my parents will have a car next month. No, my parents will not have a car next month. ഇനി ഒരു പ്രോഗ്രാം നൗൺ ഉപയോഗിക്കാം. പരീക്ഷ. നിൻ്റെ ചേട്ടന് ഇന്ന് പരീക്ഷ ഉണ്ടോ? ഡസ് യുവർ എൽഡർ ബ്രദർ ഹാവ് ആൻ എക്സാമിനേഷൻ ടുഡേ? യെസ്, മൈ എൽഡർ ബ്രദർ ഹാസ് ആൻ എക്സാമിനേഷൻ ടുഡേ. നോ, മൈ എൽഡർ ബ്രദർ ഡസ് നോട്ട് ഹാവ് ആൻ എക്സാമിനേഷൻ ടുഡേ. ഡിഡ് യുവർ എൽഡർ ബ്രദർ have an examination last week? Yes, my elder brother had an examination last week. No, my elder brother did not have an examination last week. Will your elder brother have an examination next month? Yes, my elder brother will have an examination next month. No, my elder brother will not have an examination next month. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നൗൺ തിരഞ്ഞെടുക്കുക. ഒന്നെങ്കിൽ പ്രോഗ്രാംസ് ആവാം, അതല്ല എങ്കിൽ പൊസഷൻസ് ആവാം, അതല്ല എങ്കിൽ ഡിസീസസ് ആവാം. എന്നിട്ട് നിങ്ങൾ ഡു, ഡസ്, ഡിഡ്, വിൽ, ഹാവിനോട് ചേർത്ത് ചോദ്യം ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.